കാമ്പർത്ത് ഫാംസിന്റെ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് 6 മാസം കൊണ്ട് വിളവെടുക്കുന്ന കപ്പ ചാക്കിൽ നടുന്നതാണ്. കപ്പ നടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കപ്പയുടെ കമ്പ് വെട്ടി ക്ലീൻ ചെയ്യണം. കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ഇങ്ങനത്തെ കമ്പുകളാണ് ഞങ്ങൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലെ പശുക്കൾക്ക് കൊണ്ടുവരുന്ന കാലിത്തീറ്റയുടെ പഴയ ചാക്കാണ് മണ്ണ് നിറയ്ക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചാക്ക് നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചാക്ക് ഇതുപോലെ അടിഭാഗം കൂട്ടിക്കെട്ടണം. മണ്ണ് നിറച്ചതിന് ശേഷം ചാക്ക് ചെരിഞ്ഞ് വീഴാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമായി നിറച്ചു കൊടുക്കേണ്ടത് ഒരു കൊട്ട ചാരമാണ്. ഞങ്ങളുടെ ഫാമിലെ ആടുകൾക്ക് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിറകിന്റെ ചാരമാണിത്. ഒരു കൊട്ട ചാരം ആദ്യം തന്നെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കും. എല്ലാ ചാക്കുകളിലും ഇതുപോലെ തന്നെ ചാരം നിറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി നിറയ്ക്കുന്നത് കരിയിലയാണ്. കരിയില ഞങ്ങളുടെ ഫാമിലെ ആടുകൾക്ക് കൊടുക്കുന്ന പ്ലാവിലയുടെ കൊഴിഞ്ഞ ഇലകൾ ഉണങ്ങിയതാണ് കരിയിലയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു കൊട്ടയോളം കരിയിലയാണ് നമ്മൾ ചാക്കിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇത്രയും കരിയിലയാണ് ചാക്കിലേക്ക് ഇടുന്നത്. ചാക്കിലും ഒരുപോലെ തന്നെ കരിയില നിറച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് മണ്ണെടുക്കേണ്ട സ്ഥലത്തേക്ക് ഈ ചാക്കുകൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ വലിയ ഭാരമൊന്നുമില്ല, എന്നാലും നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ട്രോളി ഉപയോഗിക്കുകയാണ്. ഒരേ സമയം തന്നെ എല്ലാ ചാക്കുകളും നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഫാമിന്റെ ഈ സ്ഥലത്താണ് ഗ്രോ ബാഗും ചാക്കുകളും നിറയ്ക്കാനുള്ള മണ്ണ് എത്തിച്ചിട്ടുള്ളത്. നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചാക്കുകൾ ഇതുപോലെ തെരച്ചു വെക്കണം. ചാക്കുകൾ തെരച്ചു വെക്കുന്നത് മണ്ണിടാനുള്ള എളുപ്പത്തിനാണ്. ഒരു ചാക്കിൽ 2 കൊട്ട മണ്ണാണ് നിറയ്ക്കേണ്ടത്. ഈ മണ്ണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണൊന്നല്ലെങ്കിലും നമ്മൾ ജൈവവളം ഇട്ടുകൊണ്ട് ഇതിന്റെ ഫലപുഷ്ടി മെച്ചപ്പെടുത്തുന്നു. മണ്ണ് നിറച്ച ചാക്കുകൾ ഇതുപോലെ നിരത്തി വെച്ച് അല്പം ജൈവവളമായി ചാണകം കൂടെ ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതിനു ശേഷമാണ് കമ്പുകൾ ഓട്ടിക്കൊടുക്കേണ്ടത്. ഇനി നമ്മൾ കപ്പയുടെ കമ്പ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുളയുടെ ഇതിന്റെ മുട്ടിന്റെ മുള മോൾ ഭാഗത്തോട്ട് വെച്ചിട്ടാണ് നമ്മൾ കമ്പുകൾ ഓട്ടിക്കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് കപ്പയുടെ കമ്പുകൾ നമ്മൾ നട്ടു കൊടുക്കുന്നത്. നട്ടതിന് ശേഷം അല്പം മണ്ണ് നനച്ചുകൊണ്ട് നമ്മൾ കമ്പിൽ തേച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കമ്പിന് ഉണക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ നല്ല തണുപ്പ് ലഭിക്കാനുമാണ്. 2 ഇനത്തിൽപ്പെട്ട കപ്പകളാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത്. വർഷത്തിൽ വിളവെടുക്കുന്ന കപ്പയും ഇന്ന് നട്ടത് 6 മാസം കൊണ്ട് വിളവെടുക്കുന്ന കപ്പയുമാണ്. ചാക്കിൽ മണ്ണ് നിറച്ച് വീടിനോട് ചേർന്ന് ഇങ്ങനെ കപ്പ കൃഷി ചെയ്യുന്നത് കൊണ്ട് പന്നിയുടെ ശല്യം ഒഴിവാക്കാനും വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കപ്പയും ഞങ്ങൾക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്.